ഓക്കെ. ഷെൻവി ബാലകൃഷ്ണൻ ഇവിടെ ഈ വെള്ളൂർ എന്ന സ്ഥലത്താണ് സഖാവ് കുഞ്ഞികൃഷ്ണന്റെ വീട്. അവിടുത്തെ പ്രാദേശിക പ്രവർത്തകരൊക്കെ കുഞ്ഞികൃഷ്ണൻ നല്ല പിന്തുണ നൽകുന്നുണ്ട്. അത് കുഞ്ഞികൃഷ്ണൻ പറയുമെന്ന് അറിയില്ല. പക്ഷേ അവിടുത്തെ നമ്മൾ അവിടെ അന്വേഷിക്കുമ്പോൾ പ്രാദേശിക പ്രവർത്തകർക്കൊക്കെ പ്രിയങ്കരനായ സഖാവാണ് വി കുഞ്ഞികൃഷ്ണൻ. വർഗ്ഗവഞ്ചകനാണെന്നും കുലംകുത്തിയാണെന്നും എന്താണ് രാഷ്ട്രീയ എതിരാളികളുടെ കോടാലിക്കൈയാണെന്നും അവിടുത്തെ പ്രാദേശിക നേതാക്കൾ വിശ്വസിക്കുന്നില്ല. ഇനി അതും പയ്യന്നൂരെ CPM നേതൃത്വം ചൊടിപ്പിക്കുന്നുണ്ടോ എന്നറിയില്ല. അന്തുവാണ് എൻ വി ബാലകൃഷ്ണൻ 50 വർഷത്തെ പാർട്ടി പ്രവർത്തനത്തിന്റെ പാരമ്പര്യത്തിൽ 5 പൈസ അധാർമികമായി ഉണ്ടാവാത്ത ധാർമ്മിക ബലത്തിന്റെ കരുത്തിൽ വേറൊരു പാർട്ടിയിലേക്കും ഇല്ല, ഈ സർക്കാർ തന്നെ മൂന്നാം ഊഴത്തിന് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവ് ഇറങ്ങി കണക്കടക്കം രേഖാമൂലം പറയുന്ന ഈ തുറന്നു പറച്ചിലിൽ പരമ്പരാഗത ക്ലീഷെ, വർഗ്ഗശത്രു, പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലിക്കൈ തുടങ്ങിയ പതിവ് ഡയലോഗിൽ പ്രതിരോധിക്കാൻ പറ്റുമോ? കണക്കി സഹിതം ഒരു ആരോപണം എന്താണ്? രക്തസാക്ഷി ഫണ്ടിൽ ഈ അധമ നേതാക്കൾ കൈയിട്ട് അള്ളിയെന്നാണ് എൻ വി ബാലകൃഷ്ണൻ. അതെ, ഇതിപ്പോ ഹാഷ്മി പറഞ്ഞ കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് ആളുകളുടെ ഇടയിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പം നേരത്തെ സൂചിപ്പിച്ചു, കുഞ്ഞികൃഷ്ണ സഖാവിനെ കുറിച്ചുള്ള പ്രദേശത്തെ ജനങ്ങളുടെ ഒക്കെ കാര്യങ്ങളൊക്കെ അറിയാം. ഇനി തിരിച്ച് ഈ ഭാഗത്ത് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന KK രാഗേഷിനെ കുറിച്ചും അതുപോലെ തന്നെ MV ജയരാജനെ കുറിച്ചും ഒക്കെ നാട്ടുകാർക്ക് അറിയാം. അവരൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഓരോരുത്തരെ കുറിച്ചുള്ള ചിത്രമുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിൽ പോവുകയല്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര 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 നീചമായിട്ടാണ്, എത്ര നികൃഷ്ടമായിട്ടാണ് ഒരു കാര്യത്തെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്. വളരെ പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്ന നുണയാണ് ഞങ്ങൾ പറയുന്നത് എന്നറിയുമായിരുന്നിട്ടും മറ്റു വേറെ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട്, തടുക്കുന്നതിന് മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുപോലുള്ള നുണകൾ, വളരെ നികൃഷ്ടമായി നിർമ്മിച്ചെടുക്കുന്ന നുണകൾ പറയാന്ന് പറഞ്ഞാൽ, കുഞ്ഞികൃഷ്ണൻ സഖാവ് ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ 3 പ്രശ്നങ്ങളിലാണ്. 1, ധനരാജ് രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചത്. 2, അവിടുത്തെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, ആഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അഴിമതി. അതുപോലെ തന്നെ 3ാമത്തത് തെരഞ്ഞെടുപ്പ് ഫണ്ട്. ഈ 3 കാര്യമാണല്ലോ കുഞ്ഞികൃഷ്ണൻ സഖാവ് കഴിഞ്ഞ 3-4 വർഷമായി CPM-ൽ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്, വാർത്തകളായി വന്നുകൊണ്ടിരിക്കുന്നത്. അന്നൊന്നും കുഞ്ഞികൃഷ്ണൻ സഖാവ് പാർട്ടിക്കകത്തായതുകൊണ്ട് പുറത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പുറത്ത് ഈ കാര്യങ്ങൾ പറയുന്നില്ലെങ്കിലും പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട് പയ്യന്നൂരിലെയും അതുപോലെ തന്നെ കണ്ണൂരിലെയും കേരളത്തിലെയും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഈ കാര്യം അറിയാം. ഈ 3 പ്രശ്നമാണ് ഉന്നയിച്ചത്. ഈ 3 പ്രശ്നമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത, ഒരുപക്ഷെ ഒരു അന്വേഷണ CPM-നകത്ത് അന്വേഷണ കമ്മീഷൻ വെക്കുന്നത് എല്ലാവർക്കും അറിയാം. ഹാഷ്മിക്ക് ഒരുപക്ഷെ മനസ്സിലാവും. 2 കാര്യത്തിനാണ് CPM-നകത്ത് അന്വേഷണ കമ്മീഷൻ വെക്കുക. 1, തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ. 2ാമത്തത്, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഏതെങ്കിലും തരത്തിൽ കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പുറത്തു കളയാൻ. ഈ 2 കാര്യത്തിനാണ് CPM അടുത്ത കാലത്ത്, പണ്ട് കാലത്ത് CPM അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നൊന്നും എനിക്ക് ആക്ഷേപമില്ല. ഒരു 1990-കൾക്ക് ശേഷമുള്ള CPM-നകത്ത് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അനുഭവം കൊണ്ട് എനിക്കറിയാം. എൻ്റെ അനുഭവങ്ങളൊന്നും ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇതാണ് കാര്യം. അത് ഒരു കൃത്രിമമായൊരു തെളിവുണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെ ഒരു കമ്മീഷൻ്റെ മുമ്പിലാണ് കുഞ്ഞികൃഷ്ണൻ സഖാവ് ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നത്. ജാവദേക്കർ വന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതുപോലെ തന്നെ അവിടെ ഭൂമി വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം. ഞാൻ ഹാഷ്മിയുടെ മുമ്പിൽ ഒരു കാര്യം പറയട്ടെ. ഞാൻ കോഴിക്കോട് ജില്ലക്കാരനാണ്. പക്ഷേ പയ്യന്നൂരിലൊക്കെ വളരെ കൃത്യമായി ഒരുപാട് സഖാക്കളുമായി ബന്ധമുള്ള ഒരാളാണ്. നിങ്ങൾ ഈ പയ്യന്നൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞികൃഷ്ണൻ സഖാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ സാമ്പത്തിക തിരിമറി നടത്തിയത്, ലക്ഷങ്ങളുടെ തിരിമറി നടത്തിയ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 70 ലക്ഷം സഹകരണ ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം വാങ്ങിയിട്ട് കണക്കിൽ എവിടെയും ഇല്ലാത്തത്. അതുപോലെ തന്നെ രക്തസാക്ഷി ഫണ്ടിൽ 34.5 ലക്ഷം എന്ന് പറഞ്ഞിട്ട് 29 ലക്ഷം കൊടുത്ത് ബാക്കി മധുസൂദനൻ എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറിയുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത്. ഇതൊക്കെ പണമാണ്, ലക്ഷങ്ങളാണ്. പക്ഷേ നമുക്ക് എല്ലാത്തിനെയും ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് പറയാൻ പറ്റുമോ? ശരി, ഇപ്പോൾ കെട്ടിട നിർമ്മാണത്തിന് 70 ലക്ഷം കൊണ്ടുപോയി തിന്നട്ടെ, എല്ലാവരും പിരിച്ച് തിന്നട്ട്, ബാക്കി അത് പിരിച്ച് തിന്നട്ട്. സാറേ, രക്തസാക്ഷി ഫണ്ട് എന്ന് പറയുന്നത് ഈ പാർട്ടിക്ക് കുറച്ചുകൂടി സേക്രഡ് അല്ലേ? എന്ന് പറഞ്ഞാൽ പാർട്ടി എന്താണ് ബലികുടീര വാതിൽ തുറന്ന് എത്ര മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഈ രക്തസാക്ഷികൾക്ക് വിളിക്കാത്ത മുദ്രാവാക്യം വിളിക്കുന്ന ഒരു പരിപാടിയുണ്ടോ? രക്തസാക്ഷികളെ ദൈവങ്ങളെ പോലെ കാണുന്ന ഒരു പാർട്ടി ആ രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച പണം അടിച്ചു മാറ്റിയെന്ന് എന്തൊരു അധമമായ ആരോപണമാണ്, എന്തൊരു നീചമാണ് എൻ വി ബാലകൃഷ്ണൻ. അഴുത്തിന് പിടിച്ച് പുറത്താക്കണ്ടേ അവന്മാരെ? നിങ്ങൾ ആലോചിച്ചു, കമ്മ്യൂണിസ്റ്റ് ബോധത്തിന്റെ, കമ്മ്യൂണിസ്റ്റ് മൂല്യബോധം ഒക്കെ പോട്ടെ, ഒരു സാധാരണ മനുഷ്യന്, ഒരു RSSകാരുടെ കടാരത്തുമ്പിൽ പിടഞ്ഞു വീണ് മരിച്ചു പോയൊരു സഖാവിൻ്റെ കുടുംബത്തെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടി പിരിച്ച കാശിൽ ഒരു നയാ പൈസ തൊടുമ്പോ പൊള്ളൂല്ലേ? ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ പൊള്ളൂല്ലേ? അപ്പൊ എന്താ ഇത് കാണിക്കുന്നത്? ഇവർ മനുഷ്യരല്ലെന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ മലയാളം? ഏതു മനുഷ്യനും പൊള്ളും. ഇത് വളരെ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു മറുപടിയുമില്ല. ഞാൻ ഈ രാകേഷിനെയും
അതുപോലെ തന്നെ ജയരാജനെയൊക്കെ വെല്ലുവിളിക്കുകയാണ്. ഇത് കണക്കാണല്ലോ, ആർക്കും ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നല്ലോ, ജനങ്ങളോട് പിരിച്ച കണക്കാണല്ലോ. അവർ ഈ കണക്കുകൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുമോ? ഇതാരാ ഇന്നെന്ന റെസീറ്റുകൾ ഉപയോഗിച്ച് ഇത്ര കാശാണ് ഞങ്ങൾ പിരിച്ചെടുത്തിട്ടുള്ളത്, ഇന്നത്തെ ഒരു ആളുകൾ ആ പിരിച്ചതിൻ്റെ കണക്ക് മുഴുവൻ ഞങ്ങളുടെ കൈവശമുണ്ട്, ഞങ്ങളിത് ഒരു മൂന്നാമതൊരു കക്ഷിയുടെ ഓഡിറ്റിന് വേണ്ടി വെക്കാൻ തയ്യാറാണ്. കുഞ്ഞികൃഷ്ണൻ സഖാവ് പറയുന്നതാണോ ശരി, അതോ പാർട്ടി നേതൃത്വം പറയുന്നതാണോ ശരി എന്ന് പരിശോധിക്കാൻ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കാമല്ലോ. ഇതിന് വേറെ സാങ്കേതിക പ്രശ്നമൊന്നുമില്ല, പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളോ സംഘടനാ കാര്യങ്ങളോ, വെറും കണക്കാണ്, അരിത്തമാറ്റിക്സ് ആണ്. ആ അരിത്തമാറ്റിക്സ് കുഞ്ഞികൃഷ്ണൻ സഖാവ് പറയുന്നതാണോ മറ്റവരാണോ പറയുന്നത് നോക്കാൻ മൂന്നാമതൊരു പാർട്ടിയെ, മാധ്യമപ്രവർത്തകരാവട്ടെ അല്ലെങ്കിൽ ആരെങ്കിലും ആട്ടെ, അവരോട് ഒന്ന് പരിശോധിക്കാൻ പറഞ്ഞാൽ അവരുടെ മുമ്പിൽ ഈ കണക്ക് വെക്കുമോ? അവർ ഈ കണക്കൊന്ന് വെക്കുമോ? എന്നിട്ട് കുഞ്ഞികൃഷ്ണൻ സഖാവ് പറഞ്ഞാണോ എന്ന് പറയാൻ പറ്റുമോ അവർക്ക്? ഇത് വളരെ ക്ലിയർ അല്ലേ? കുഞ്ഞികൃഷ്ണൻ സഖാവിൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ അറിയുന്ന ഒരാൾ, ഇവരുടെ ജീവിതം അറിയുന്ന ആൾ, ഈ മധുസൂദനെ പോലെ ആളുകൾ എങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, മധുസൂദനെ കുറിച്ച് രസകരമായ ഇദ്ദേഹം ഒരു പ്രാദേശിക ചാനലിന് കൊടുത്തൊരു കഥയുണ്ട്. മധുസൂദനൻ എന്ന് പറയുന്നത് അത്ര പ്രായമൊന്നുമുള്ള മനുഷ്യനല്ല. ഞാൻ DYFയുടെ ജില്ലാ പ്രസിഡന്റ്, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ് മധുസൂദനൻ. അന്ന് ഞങ്ങൾ നടത്തിയ സമ്മേളനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കഥകളാണ്, ഞാനതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ ഇദ്ദേഹം ഒരു പ്രാദേശിക ഒരു ഇന്നോവ ക്രിസ്റ്റ കാറിൽ സഞ്ചരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം അവിടുത്തെ ആളുകൾക്കിടയിൽ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനായി ഇത്രയും ഒരു നേതാവ് ഇന്നോവ ക്രിസ്റ്റ കാർ ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ഉയർന്നു വന്നപ്പോൾ ഇദ്ദേഹം ഒരു പ്രാദേശിക ചാനലിനോട് പറഞ്ഞെന്താണെന്നറിയാമോ? എനിക്ക് നടുവേദനയുള്ളതുകൊണ്ട് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുകയാണെന്ന് ഇന്നോവ ക്രിസ്റ്റ കാറിലേ സഞ്ചരിക്കാൻ പറ്റൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്തരത്തിലുള്ള ഉഡായിപ്പുകൾ ആളുകളോട് പറയും. ആ നിലയിൽ ആളുകൾ പരിഗണിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. ആ നിലയിലാണ് ഇവരെ നാട്ടുകാർ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉഡായിപ്പ് പറയുന്ന ഒരു മനുഷ്യൻ, അയാളുടെ ജീവിതം നോക്കിയാൽ ഇതൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. എന്തായാലും അടുത്ത തവണയും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കും. എന്തായാലും അടുത്ത തവണ എന്താണ് പാർട്ടി വിരുദ്ധ ചാനലുകളിൽ വന്നിരുന്ന പാർട്ടിക്കെതിരെ പോരാടുന്ന പാർട്ടി വിരുദ്ധനായല്ലോ. അപ്പൊ പാർട്ടിക്കെതിരെ പോരാട്ടമാണല്ലോ. അപ്പൊ ഉറപ്പായും അടുത്ത തവണയും ഈ പറയുന്ന ആൾക്ക് തന്നെ സീറ്റ് കൊടുക്കും. ഒരു തർക്കം അക്കാര്യത്തില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.